ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പ് അതുപോലെ ടെലഗ്രാം എല്ലാം യൂസ് ചെയ്യുന്നവരിലെല്ലാം പുതിയ ഒരു നിയമമെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയൊരു നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. വാട്സപ്പ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സിം കാർഡ് എല്ലാം യൂസ് ചെയ്ത് ഒരു നമ്പർ എല്ലാം കൊടുത്താണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സിം എല്ലാം തന്നെ ആ ഒരു മൊബൈലിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഇനി നിങ്ങളുടെ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു ഫോണിൽ നിങ്ങളുടെ ഈ ഒരു സിമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതായത് ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതായെല്ലാം വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ സിമ്മ് തന്നെയല്ല ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത് എന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായി പ്രവർത്തിക്കാനെല്ലാം കഴിയുക. അപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇങ്ങനെയുള്ള കമ്പനികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അധികം താമസിയാതെ വാട്സപ്പ്, ടെലഗ്രാം പോലുള്ള ഇങ്ങനെയുള്ള ചാറ്റ് സർവീസുകളെല്ലാം തന്നെ ഈ ഒരു കാര്യം ഫോളോ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫേക്കായ ഒരുപാട് അക്കൗണ്ടുകളെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഒഴിവാക്കാനെല്ലാം ഈ ഒരു പുതിയ സംവിധാനമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് എല്ലാം വരുന്നത് ഇത് നമുക്ക് ഗുണമുള്ളതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഈ ഒരു പുതിയ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ടെക് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്